ജാക്കി ചാൻ സീരീസിലെ ഏറ്റവും പവർഫുൾ വില്ലന്മാരായ ഷിൻഡുവും വികടനാഥനും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ആർക്കാണ് വിജയിക്കാൻ സാധ്യതയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. ആദ്യം നമുക്ക് ഷിൻഡുവിന്റെ ഒറിജിൻ നോക്കാം. ഷിൻഡു ഒരു ഡീമൺ സോസറാണ്. ഷിൻഡുവിന്റെ മെയിൻ പവർ എന്ന് പറയുന്നത് ഫയർ ആണ്. അതുപോലെ ഷിൻഡുവിന്റെ ഏജ് എന്ന് പറയുന്നത് 900 ഇയേഴ്സിന് എബവ് ആണ്. ഷിൻഡുവും ഷിൻഡുവിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സും കൂടി പണ്ട് ചൈനയെ ഭരിച്ചിരുന്നു. ഷിൻഡുവിന്റെയും മറ്റുള്ള ഡീമൺസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒറിജിൻ കേൾക്കാൻ നമ്മുടെ പഴയ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഇനി നമ്മൾ വികടനാഥന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ വികടനാഥന്റെ ഒറിജിൻ ജപ്പാനെ ബേസ് ചെയ്താണ് വരുന്നത്. വികടനാഥന്റെ ഏജ് എന്ന് പറയുന്നത് അതുപോലെ 800 ഇയേഴ്സിന് എബവ് ആണ്. മാസ്കുകളിൽ അടയ്ക്കപ്പെട്ട 9 ഒനി ജനറേഷന്റെ ലീഡറാണ് വികടനാഥൻ. ഇവരുടെ പവേഴ്സ്, എബിലിറ്റീസ് ആൻഡ് ഒറിജിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഷിൻഡു ആണ് മുന്നിൽ. കാരണം വികടനാഥനേക്കാളും 100 വയസ്സോളം കൂടുതലാണ് ഷിൻഡുവിന്. ഇനി നമുക്ക് ഇവർ രണ്ടുപേരുടെയും സൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഷിൻഡുവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 ഫീറ്റ് ആണ്. സെയിം ടൈം വികടനാഥന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഹ്യൂമനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ്. അതായത് ഏകദേശം 6.5 6.6 ഫീറ്റ്. ഇനി നമുക്ക് ഇവർ രണ്ടുപേരുടെയും സ്ട്രെങ്ത് നോക്കാം. ആദ്യം നമുക്ക് ഷിൻഡുവിന്റെ സ്ട്രെങ്ത് നോക്കാം. ഷിൻഡുവിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാളമന്ദിരക്കല്ലിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. കാരണം കാളമന്ദിരക്കൽ യൂസ് ചെയ്ത് ജാക്കി ചാൻ ഷിൻഡുവിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡിൽ ഷിൻഡു ഇങ്ങനെ പറയുന്നതായി നമുക്ക് കേൾക്കാം. അപ്പോൾ എന്തിനാണ് ഷിൻഡു കാളമന്ദിരക്കല്ല് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഷിൻഡു കാളമന്ദിരക്കല്ല് യൂസ് ചെയ്യുന്നത് തന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ തന്നെയും വളരെ പവർഫുൾ ആയ ഒരു ക്യാരക്ടറാണ് ഷിൻഡു. വികടനാഥന്റെയും സ്ട്രെങ്ത് ഒട്ടും മോശമല്ല. കാരണം 9 ഒനി ജനറൽസിന്റെയും സ്ട്രെങ്ത് വികടനാഥനുണ്ട്. വികടനാഥന്റെ പവേഴ്സിൽ നിന്നാണ് ബാക്കിയുള്ള 8 ഒനി ജനറൽസിനും പവേഴ്സ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്തിൽ ഷിൻഡുവും വികടനാഥനും ഈക്വൽ ആണെന്ന് പറയാം. ഇനി നമുക്ക് സ്പീഡ് നോക്കാം. ഷിൻഡുവിന്റെ ഒരു നോർമൽ സ്പീഡാണുള്ളത്. ഇത് നമുക്ക് ജാക്കിയുമായുള്ള ഒരു ഫൈറ്റിൽ കാണാൻ സാധിക്കും. ഷിൻഡു ഒരുപാട് ഫാസ്റ്റ് ഒന്നുമല്ല. മുയൽ മന്ദിരക്കാൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഷിൻഡുവിന് സ്പീഡ് കിട്ടുന്നത്. ഹൈറ്റും സൈസും ഷിൻഡുവിന് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിലും സ്പീഡ് ഷിൻഡുവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി വികടനാഥനെ പറ്റി നോക്കുകയാണെങ്കിൽ വികടനാഥൻ വളരെയധികം സ്പീഡി ആയിട്ട് ഒരു ക്യാരക്ടറാണ്. ഇത് നമുക്ക് ജാക്കി ചാനുമായുള്ള ഒരു ഫൈറ്റിൽ കാണാൻ സാധിക്കും. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ജെ ടീമിനെ ഫുള്ള് വികടനാഥൻ അടിച്ചിടുന്നുണ്ട്. ആ ലെവൽ സ്പീഡാണ് വികടനാഥനുള്ളത്. ഇനി നമുക്ക് ഫൈറ്റിംഗ് സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഷിൻഡുവിന് ഫൈറ്റ് അറിയില്ല. ഇത് നമുക്ക് ജാക്കിയുമായുള്ള ഒരു ഫൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ആനിമൽ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഷിൻഡു ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഷിൻഡു ഒരു ഡ്രാഗൺ ആണ്. ഒരു തരത്തിലുള്ള ഫൈറ്റിംഗ് സ്കിൽസും ഷിൻഡു പഠിച്ചിട്ടില്ല. ഇനി വികടനാഥന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർഷൽ ആർട്ടായ ജുജുത്സുവിന്റെ ഒരു മാസ്റ്റർ ആണ് വികടനാഥൻ. ഇതും നമുക്ക് ജാക്കിയുമായുള്ള ഒരു ഫൈറ്റിൽ കാണാം. ഓപ്പണൻസിന്റെ പവർ അവർക്ക് നേരെ യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് ജുജുത്സുവിനുള്ളത്. ഇനി നമുക്ക് ഇന്റലിജൻസ് നോക്കാം. ഷിൻഡുവിന്റെ ഇന്റലിജൻസ് വളരെ കൂടുതലാണ്. 900 ഇയേഴ്സിന് എബവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഷിൻഡു 900 ഇയേഴ്സിന് ശേഷവും ചൈനയെ ഡിസ്ട്രോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ ഷിൻഡുവിന്റെ വിൽ പവർ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒരു മാസ്കിന്റെ പോലും സഹായമില്ലാതെ ഷാഡോ കോൺസിനെ യൂസ് ചെയ്യാൻ ഷിൻഡുവിന് സാധിക്കും. ഇതും ഷിൻഡുവിന്റെ ഇന്റലിജൻസിന് ഒരു എക്സാമ്പിൾ ആണ്. ഏത് തരം മാന്ത്രികക്കല്ലിനെയും കൃത്യമായി യൂസ് ചെയ്യാൻ ഷിൻഡുവിന് അറിയാം. അതുപോലെ തന്നെ നെതർ വേൾഡിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ഡീമണും ഷിൻഡുവാണ്. ഷിൻഡുവിന് ഒരുപാട് ലാംഗ്വേജസ് അറിയാം. ജൂലി ഷാഡോ കോൺസിന്റെ ക്യൂനായി മാറുമ്പോൾ ആ ബുക്കിലെയും ലാംഗ്വേജ് ഷിൻഡുവിന് അറിയാമെന്ന് കാണാം. ഒരു ഡീമൺ സോസർ എന്ന നിലയിൽ ഷിൻഡുവിന് ഒരുപാട് മാജിക്കൽ സ്പെൽസ് അറിയാം. അതുപോലെ തന്നെ ഷിൻഡുവിന്റെ മാജിക്കൽ പവേഴ്സ് മായാവിയേക്കാളും സുപ്പീരിയർ ആണെന്നും കാണാം. ഇനി വികടനാഥന്റെ ഇന്റലിജൻസ് ഏത് ലെവലാണ് എന്ന് നോക്കിയാൽ വികടനാഥൻ ഫൈറ്റ് ചെയ്യുന്നത് ഓപ്പണൻസിന്റെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ടാക്കിയാണ്. ഈ ഫിയർ വികടനാഥന് ഫൈറ്റ് ഒരു അഡ്വാൻറ്റേജ് നൽകും. വികടനാഥന്റെ ഇന്റലിജൻസിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ടൈം വികടനാഥൻ ജൂലിയെ കാണുമ്പോൾ തന്നെ ഷാഡോ കോൺസിന്റെ ക്യൂനാണ് ജൂലി എന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് വികടനാഥന്റെയും ഷിൻഡുവിന്റെയും പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് ഷിൻഡുവിന്റെ പവേഴ്സ് നോക്കാം. ഷിൻഡുവിന് മാന്ത്രികക്കല്ലുകൾ ഇല്ലാതെ തന്നെ ഒരുപാട് പവേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഷിൻഡുവിന്റെ സൂപ്പർ സ്ട്രെങ്ത്. അതുപോലെ ഫയർ എമിറ്റ് ചെയ്യാനുള്ള പവർ. അതുപോലെ ഷിൻഡു നോൺ മാജിക്കൽ വെപ്പൺസിന് ഇമ്മ്യൂൺ ആണ്. ഷിൻഡു ഒരു ഡീമൺ സോസർ ആയതുകൊണ്ട് തന്നെ വളരെയധികം പവർഫുൾ ആയ ഏൻഷ്യൻ മാജിക്കൽ സ്പെൽസ് യൂസ് ചെയ്യാനും ഷിൻഡുവിന് സാധിക്കും. വികടനാഥന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുമ്പോൾ സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്പീഡ്, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബാക്കിയുള്ള പവേഴ്സ് നോക്കുമ്പോൾ വികടനാഥന് എല്ലാ ടൈപ്പ് ഷാഡോ കോൺസിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പവർഫുൾ എബിലിറ്റിയാണ് ടെലികൈനസിസ്. ഈ ടെലികൈനസിസ് പവർ യൂസ് ചെയ്ത് സോണിക് ഷോക്ക് ഉണ്ടാക്കാനും വികടനാഥന് പറ്റും. വികടനാഥന്റെ മറ്റൊരു പവറാണ് ഷേപ്പ് ഷിഫ്റ്റിംഗ്. വികടനാഥനെ തന്റെ രൂപത്തെ ഇഷ്ടമുള്ളതുപോലെ മാറ്റാനും സാധിക്കും. ഇനി വീക്ക്നസ് നോക്കുകയാണെങ്കിൽ ഷിൻഡുവിന് വലിയ വീക്ക്നസുകൾ ഒന്നുമില്ല. ഷിൻഡുവിന്റെ ഒരേ വീക്ക്നസ് എന്ന് പറയുന്നത് സ്ക്രോൾ മാജിക് ആണ്. ഇനി വികടനാഥന്റെ വീക്ക്നസ് നോക്കുകയാണെങ്കിൽ സാമുറായുടെ ഹെയർ ആണ് വികടനാഥന്റെ വീക്ക്നസ്. പിന്നെ ഉള്ളി വീക്ക്നസ് ആണെന്ന് കാർട്ടൂണിൽ കാണാമെങ്കിലും വികടനാഥൻ ഫിസിക്കൽ ഫോം അറ്റൈൻ ചെയ്താൽ പിന്നെ ഈ വീക്ക്നസ് വർക്ക് ആകില്ല. നമ്മൾ ഷിൻഡുവിന്റെയും വികടനാഥിന്റെയും പവേഴ്സ്, എബിലിറ്റീസ്, വീക്ക്നസ് എല്ലാം നോക്കിക്കഴിഞ്ഞു. രണ്ടുപേരും വളരെ പവർഫുൾ ആയ രണ്ട് വില്ലന്മാരാണ്. എന്നിരുന്നാലും ഒരു ഫൈറ്റിൽ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഫൈറ്റിൽ ആരാണ് വിജയിക്കുന്നത് എന്ന് നോക്കിയാൽ അത് വികടനാഥനായിരിക്കും. വികടനാഥന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് വേറെ ലെവലാണ്. സെയിം ടൈം ഷിൻഡുവിന് മാന്ത്രികക്കല്ലില്ലാതെ അത്രയ്ക്ക് പവേഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. സ്ട്രെങ്തിൽ ഷിൻഡുവിനേക്കാളും കുറച്ച് വീക്ക് ആണെങ്കിലും ബാക്കിയുള്ള പവേഴ്സ് എല്ലാം വികടനാഥനാണ് കൂടുതൽ. ജൂലി ഷാഡോ ക്യൂനായി മാറുമ്പോൾ തന്നെ ഷിൻഡു പേടിക്കുന്നതായി കാണാം. അത് ജസ്റ്റ് വികടനാഥന്റെ ഒരു സിമ്പിളിന്റെ പവർ മാത്രമാണ്.
അതുപോലെ വികടനാഥിന്റെ ഷേപ്പ് ഷിഫ്റ്റിംഗ് പവേഴ്സ് യൂസ് ചെയ്ത് ഏത് സൈസിലോട്ട് മാറാൻ വികടനാഥിന് സാധിക്കും. സോ ഷെൻറ്റുവിന്റെ സൈസ് ഒരു മാറ്റർ അല്ല. ഈ സൈസിൽ സൂപ്പർ സ്ട്രെങ്തും വികടനാഥിന് കൂടും. കൂടാതെ വികടനാഥിന് മാർഷൽ ആർട്സ് അറിയാം. ഷെൻറ്റുവിന് സെയിം ടൈം ഒരു മാർഷൽ ആർട്സും അറിയില്ല. ഷെൻറ്റുവിന്റെ കയ്യിൽ മാന്ത്രികക്കല്ലുകൾ ഉണ്ടെങ്കിൽ ഫൈറ്റ് വലിയ രീതിയിൽ ഡിഫറൻസ് ഉണ്ടാകും. കാരണം മാന്ത്രികക്കല്ലുകൾ യൂസ് ചെയ്യുന്നതിൽ ഷെൻറ്റു ഒരു മാസ്റ്റർ ആണ്. ഈ കേസിൽ വികടനാഥിന് ഷെൻറ്റുവിന്റെ മുന്നിൽ ഒരു ചാൻസ് പോലും കിട്ടില്ല. അത്രയ്ക്ക് പവർഫുൾ ആകും. ഫ്രണ്ട്സ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ അബി സൈനിങ് ഓഫ് ഫ്രം ക്രേസി കോമിക്സ്.